സാറേ, എപ്സ്റ്റീൻ ഫയലിന്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഗഡു പോലെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നു. അതിനകത്ത് പറഞ്ഞത് ബിൽഗേറ്റ്സിന് ലൈംഗിക രോഗമാണ് എന്നുള്ള തരത്തിലാണ്. എന്താണ് അതിന്റെ ഒരു അടിസ്ഥാന വാസ്തവം? ഈ ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആള് 2019 ജയിലിലായിരിക്കെ ആത്മഹത്യ ചെയ്ത ആളാണ്. ആത്മഹത്യയാണ് എന്നാണ് പറയുന്നത്, അല്ലാത്ത ആരോപണങ്ങളൊക്കെ ഉണ്ട്. ജെഫ്രി എപ്സ്റ്റീൻ എന്ന് പറയുന്ന ആള് വലിയ ധനികനായിരുന്നു. സ്വന്തമായ ദ്വീപ്, ആ ദ്വീപിൽ ബംഗ്ലാവ് ഇതൊക്കെ ഉണ്ടായിരുന്ന ആള്. ന്യൂയോർക്കിലൊക്കെ ബംഗ്ലാവ് ഉണ്ടായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ ഈ കരീബിയൻ ദ്വീപില് ഈ ട്രംപ്, അതുപോലെ തന്നെ ബിൽ ഗേറ്റ്സ്, പിന്നെ എലൺ മസ്ക്, ഇങ്ങനെ പല ആളുകളും പോയി വിരുന്നുകളിലൊക്കെ പങ്കെടുക്കുകയും, പിന്നെ ഈ ജെഫ്രി എപ്സ്റ്റീൻ പ്രധാനമായിട്ടും അറിയപ്പെടുന്നത് ബാലപീഡകൻ ആയിട്ടാണ്. എന്ന് പറഞ്ഞാൽ ചെറിയ പെൺകുട്ടികൾ, 12ഉം 13ഉം വയസ്സ് ഉള്ള ധാരാളം പെൺകുട്ടികളെ പീഡിപ്പിച്ച ആളായിട്ടാണ് ജെഫ്രി എപ്സ്റ്റീൻ അറിയപ്പെടുന്നത്. അത് വലിയ കോളിളക്കമാണ് അമേരിക്കയിൽ. കാരണം അതിൻ്റെ അകത്ത് ട്രംപിൻ്റെ പേരും ഒക്കെ കൂടി വന്നിരിക്കുന്നതാണ്. ഇന്നലെ 30 ലക്ഷത്തോളം പേജുകൾ ഈ എപ്സ്റ്റീൻ ഫയൽസ് ആണ് പുറത്തു വിട്ടിരിക്കുന്നത്. ഡിസംബറിൽ വിടേണ്ടതാണ് ഇപ്പോൾ വിട്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഉള്ളൊരു പേര് മംദാനിയുടെ അമ്മ, സിനിമാ സംവിധായക മീര നായരുടെ പേരുണ്ട്. മീര നായർ ഒരു എപ്സ്റ്റീൻ വിരുന്നിൽ മീര നായർ പങ്കെടുത്തതായിട്ട് ഈ ഫയലുകളിൽ വന്നിട്ടുണ്ട്. അതാണ് ഒരു ഇന്ത്യൻ സംഭവം വരുന്നത്. ഇനി ഇതിൻ്റെ അകത്ത് ഈ ലൈംഗിക രോഗം മറ്റേ ബിൽ ഗേറ്റ്സിന്, മൈക്രോസോഫ്റ്റിൻ്റെ സ്ഥാപകൻ ബിൽ ഗേറ്റ്സിന് വന്നത് റഷ്യൻ പെൺകുട്ടികളുമൊക്കെ ആയിട്ട് നിരന്തരം ബന്ധപ്പെട്ടതിനെ തുടർന്നാണെന്നാണ് എപ്സ്റ്റീൻ്റെ ഒരു മെയിലിൽ കാണുന്നത്. ഇത് മെലിൻഡ എന്ന് പറയുന്നത് ബിൽ ഗേറ്റ്സിൻ്റെ ഭാര്യ. മെലിൻഡയിൽ നിന്ന് മറച്ചു വെക്കാനായിട്ട് ബിൽ ഗേറ്റ്സ് വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു എന്നും ഇതിൻ്റെ അകത്ത് പറഞ്ഞിരുന്നു. വാസ്തവത്തിൽ മെലിൻഡ ബിൽ ഗേറ്റ്സിൽ നിന്ന് പിരിഞ്ഞു പോകുന്നത് ഒരു റഷ്യൻ പെൺകുട്ടിയായിട്ടുള്ള ബന്ധത്തിന്റെ പേരിൽ തന്നെയാണ്. അങ്ങനെ ഒരു വാസ്തവം അത് മെലിൻഡ തന്നെ വെളിപ്പെടുത്തിയിട്ടുമുണ്ട്. അത് കുറച്ച് കഴിയുമ്പോൾ പറയാം. അപ്പോൾ എപ്സ്റ്റീൻ അദ്ദേഹത്തിന് തന്നെ അയച്ച മെയിൽ പോലെയാണ് ഇത് കാണുന്നത്. എന്ന് പറഞ്ഞാൽ ഈ ബിൽ ഗേറ്റ്സിൻ്റെ ഒരു ശാസ്ത്ര ഉപദേശകന്റെ പേരിൽ തൻ്റെ തന്നെ മെയിലിലേക്ക് അയച്ച മെയിലുകൾ എന്നുള്ള നിലയ്ക്കാണ് ഇത് കാണപ്പെടുന്നത്. 30 ലക്ഷം പേജുകളിൽ ഒരു പേജാണ് ഈ ബിൽ ഗേറ്റ്സിനെ പറ്റി പറയുന്നത്. അപ്പോൾ ഇത് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ജസ്റ്റിസ്, നീതിന്യായ വകുപ്പ് അമേരിക്കയിലെ, അവരാണ് പുറത്തു വിട്ടിരിക്കുന്നത്. അപ്പോൾ എപ്സ്റ്റീൻ ഗേറ്റ്സുമായിട്ടുള്ള ദീർഘകാല ബന്ധം അവസാനിപ്പിച്ചതിൻ്റെ ഒരു കാരണം തന്നെ ഇതാണ് എന്നാണ് ഇതിൻ്റെ അകത്ത് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇയാള് ഈ മെയിലിൽ പറയാണ്, ഇതിപ്പോ അപമാനത്തിൻ്റെ മേൽ മുറിവ് വന്നതുപോലെ ആയി. അങ്ങ് ബിൽ ഗേറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്. അങ്ങ് കണ്ണീരുമായി അങ്ങയുടെ STD, അതായത് ലൈംഗിക രോഗം സംബന്ധിച്ച മെയിലുകൾ ഡിലീറ്റ് ചെയ്യാൻ എന്നോട് ആവശ്യപ്പെട്ടു. മെലിൻഡയ്ക്ക് രഹസ്യമായി ആൻറ്റിബയോട്ടിക്സ് കൊടുക്കാനും എന്നോട് ആവശ്യപ്പെട്ടു. എന്തിനാണ് ആൻറ്റിബയോട്ടിക്സ്? ബിൽ ഗേറ്റ്സിന് ഈ അസുഖം ഉണ്ടെങ്കിൽ അത് മെലിൻഡയ്ക്ക് പകരുമല്ലോ. അങ്ങനെ പകരാതിരിക്കാനുള്ള ആൻറ്റിബയോട്ടിക്സ് മെലിൻഡയ്ക്ക് രഹസ്യമായിട്ട് കൊടുക്കാനും അങ്ങ് എന്നോട് ആവശ്യപ്പെട്ടു എന്ന് ബിൽ ഗേറ്റ്സിന് അയക്കുന്ന മെയിൽ പോലെ. അപ്പോൾ അങ്ങയുടെ ആ അവയവം സംബന്ധിച്ച വിവരങ്ങളും മറച്ചു വയ്ക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. അത് ഡിലീറ്റ് ചെയ്യാനും ആവശ്യപ്പെട്ടു. അപ്പൊ അതിനകത്ത് എല്ലാം ഉണ്ടല്ലോ അല്ലേ? എല്ലാം ഉണ്ടല്ലോ, ആവശ്യപ്പെട്ടു. ഇതാണ് ആ മെയിലിൽ പറയുന്നത്. അപ്പോൾ ക്ലിന്റൺ, അത് മസ്ക്, ഇവരൊക്കെ ഈ വിരുന്നുകളിൽ, എപ്സ്റ്റീൻ്റെ വിരുന്നുകളിൽ പങ്കെടുത്ത ആളുകളാണ്. അപ്പോൾ ഗേറ്റ്സിന് മയക്കുമരുന്ന്, പിന്നെ റഷ്യൻ പെണ്ണുങ്ങളുമായിട്ടുള്ള ഈ സെക്സ് ചെയ്തതിൻ്റെ പ്രത്യാഘാതം, അവിഹിത ബന്ധങ്ങൾ തുടങ്ങിയ അധാർമികമായ കാര്യങ്ങൾക്ക് എൻ്റേതായ സഹായമുണ്ടായിരുന്നു എന്ന് എപ്സ്റ്റീൻ
പറയുന്നുണ്ട്. ഉം. ബിൽ ഗേറ്റ്സിന്റെ വക്താവ് ഇത് മുഴുവൻ അസംബന്ധമാണെന്ന് പറഞ്ഞ് നിഷേധിച്ചിട്ടുണ്ട്. ഉം. ഗേറ്റ്സുമായി എപ്സ്റ്റീന്റെ ബന്ധം, സൗഹൃദം മുറിഞ്ഞതിനെ തുടർന്ന് എപ്സ്റ്റീൻ ഉണ്ടായ നിരാശയിൽ നിന്ന് അയാൾ എഴുതി വെച്ച അസംബന്ധങ്ങളാണിത് എന്ന് ബിൽ ഗേറ്റ്സിന്റെ വക്താവ് പറഞ്ഞു. ഇത് ബിൽ ഗേറ്റ്സിനെ ട്രാപ്പിൽപ്പെടുത്താനും ബിൽ ഗേറ്റ്സിന്റെ സൽകീർത്തി നശിപ്പിക്കാനും വേണ്ടി അയാൾ ചെയ്തതാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോ ഈ ഫയലുകളിൽ ഈ ഗിസ്ലൈൻ മാക്സ്വെൽ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ ഉണ്ടല്ലോ, ഈ എപ്സ്റ്റീന് മറ്റു പെണ്ണുങ്ങളെയൊക്കെ കൂട്ടിക്കൊടുത്തിരുന്ന സെക്രട്ടറിയാണ് ഈ ഗിസ്ലൈൻ മാക്സ്വെൽ. ഗിസ്ലൈൻ മാക്സ്വെൽ എന്ന് പറഞ്ഞ സ്ത്രീ ഇപ്പൊ ജയിലിലാണ്. ഈ ഗിസ്ലൈൻ മാക്സ്വെൽ ഒഴിച്ചിട്ടുള്ള സ്ത്രീകളുടെ മുഴുവൻ പേര് ഈ ഫയലുകളിൽ മറച്ചിട്ടുണ്ട്, സ്ത്രീകളായതുകൊണ്ട്. പുരുഷന്മാരുടെ പേരൊക്കെ അങ്ങനെ തന്നെ കിടപ്പുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഇപ്പൊ ട്രംപിന്റെ വാണിജ്യ സെക്രട്ടറി ആയിട്ടുള്ള ഹൊവാർഡ് ലുട്നിക്കിന്റെ പേരുണ്ട്. ഹൊവാർഡ് ലുട്നിക്ക് ഈ സ്വകാര്യ ദ്വീപില്, കരീബിയൻ ദ്വീപില് വിരുന്നിൽ പങ്കെടുത്തിരുന്നു ഭാര്യയ്ക്കൊപ്പം എന്ന് ഈ ഫയലുകളിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട്. അത് 2012 ഡിസംബർ 23 ഇത് ഒരു മെയിൽ എപ്സ്റ്റീന്റെ സെക്രട്ടറിക്ക് അയക്കുന്നുണ്ട്. ഈ ഇപ്പോഴത്തെ ട്രംപിന്റെ കൊമേഴ്സ് സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക്കിന്റെ ഭാര്യ അയക്കുന്നുണ്ട്. ലിറ്റിൽ സെയിന്റ് ജെയിംസില്, ജെയിംസ് ആണ് ഈ ദ്വീപ്, ലിറ്റിൽ സെന്റ് ജെയിംസ്, എപ്സ്റ്റീന്റെ സ്വന്തം കരീബിയൻ ദ്വീപ്. ലിറ്റിൽ സെന്റ് ജെയിംസിലേക്ക് 2012 ഡിസംബർ 23 രാവിലെ ലുട്നിക്കിന്റെ ഭാര്യ ഒരു മെയിൽ അയക്കുന്നു എപ്സ്റ്റീന്റെ സെക്രട്ടറിക്ക്. ഞങ്ങള് എവിടെയാണ് ആങ്കർ ചെയ്യേണ്ടത്, ഞങ്ങളുടെ കപ്പൽ അടുപ്പിക്കേണ്ടത്, അല്ലെങ്കിൽ വാഹനം അടുപ്പിക്കേണ്ടത് എവിടെയാണ്? ദ്വീപ് എന്ന് പറയുമ്പോൾ കടലല്ലേ, ഏത് ഭാഗത്താണ് അടുപ്പിക്കേണ്ടതെന്ന് ചോദിക്കുന്ന മെയിൽ അയച്ചത് ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ട്. അപ്പൊ ഈ വാണിജ്യ സെക്രട്ടറിക്ക് രാജിവെക്കേണ്ടി വരുമോ എന്നുള്ളൊരു പ്രശ്നം ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ 2005 തന്നെ പിരിഞ്ഞിരുന്നു എന്നാണ് നമ്മുടെ ബിൽ ഗേറ്റ്സുമായിട്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ 2012 ക്രിസ്മസ് കാലത്ത് എലോൺ മസ്ക് ഈ ദ്വീപിലേക്കുള്ള ക്ഷണം നിരസിച്ചതായിട്ട് ഈ ഫയലുകളിൽ കാണുന്നുണ്ട്. ഈ സമാധാനപരമായ ജീവിതത്തിന് വേണ്ടിയിട്ട് ഞാൻ ആ ദ്വീപിൽ വരുന്നില്ല എന്നാണ് മസ്ക് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞാൽ മസ്കിന് കുറച്ചുകൂടിയൊക്കെ ആഘോഷവും മറ്റു കാര്യങ്ങളും ഒക്കെ വേണം എന്നുള്ള സൂചനയാണ് അതിൻ്റെ അകത്തുള്ളത്. എപ്സ്റ്റീനെ ക്ഷണിച്ചിരുന്നു. അപ്പോൾ ഗേറ്റ്സിന്റെ ശാസ്ത്രോപദേഷ്ടാവ് ബോറിസ് നിക്കോലിക്കിന്റെ പേരിലാണ് ഗേറ്റ്സിന് എപ്സ്റ്റീൻ ഈ മെയിൽ അയക്കുന്നതായിട്ട് നമ്മളിത് കാണുന്നത്, ഇപ്പൊ ഈ ഫയലുകളിൽ കാണുന്നത്. പ്രതിച്ഛായ രക്ഷിക്കാനുള്ള ഒരു കവർ അപ്പ് എന്നുള്ള നിലയ്ക്ക് ആണ് കാണുന്നത്. ഈ ഗേറ്റ്സ് ആന്റിബയോട്ടിക്സ് ചോദിച്ചു മെലിൻഡയ്ക്ക് കൊടുക്കാൻ എന്ന് വന്നിട്ടുണ്ട്. മെലിൻഡ ഡിവോഴ്സിന്, വിവാഹമോചനത്തിന് തയ്യാറായാൽ ചെയ്യേണ്ട പദ്ധതികളൊക്കെ ചർച്ച ചെയ്തിരുന്നു. പറഞ്ഞാല് പ്രതിച്ഛായ മോശമാവുമല്ലോ. മെലിൻഡ ഗേറ്റ്സ് പിരിയുന്നു എന്ന് പറഞ്ഞു കഴിയുമ്പോൾ പ്രതിച്ഛായ മോശമാവും. അപ്പൊ PR പരിപാടികളൊക്കെ എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യം ചർച്ച ചെയ്തിരുന്നു. പിന്നെ ഇത് റഷ്യയില് ഒരു പ്രശസ്തയായ ബ്രിഡ്ജ് കളിക്കാരി മില ആന്റോനോവ എന്ന് പറഞ്ഞിട്ടൊരു പെൺകുട്ടിയായിട്ട് ഗേറ്റ്സിന് അഫെയർ ഉണ്ടായിരുന്നു. 2017 അത്. അപ്പോൾ അത് പുറത്താക്കും എന്നുള്ള ഭീഷണികളൊക്കെ എപ്സ്റ്റീൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ JP മോർഗൻ എന്ന് പറഞ്ഞ ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക് ഉണ്ടല്ലോ, മോർഗൻ സ്റ്റാൻലി, അവരുമായിട്ടുള്ള ഒരു ചാരിറ്റി പരിപാടിയിൽ ബിൽ ഗേറ്റ്സ് പങ്കെടുത്തില്ല എന്നുള്ളതും ഈ ആരോപണങ്ങൾ ഇത് വലിയ വിവാദമായപ്പോൾ എന്നുള്ള തുടങ്ങിയ കാര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ ഒരു റഷ്യൻ ബ്രിഡ്ജ് കളിക്കാരിയായിട്ട് മില ആന്റോനോവയായിട്ട് ഒരു അഫയർ ബിൽ ഗേറ്റ്സിന് ഉണ്ടായിരുന്നത് സത്യമാണ് ആ കാലത്ത്. അപ്പോൾ വേറെയും റഷ്യൻ പെൺകുട്ടികൾ ഉണ്ടായിരുന്നോ, ലൈംഗിക രോഗം ഉണ്ടായിരുന്നോ, ഈ ലൈംഗിക രോഗം ഉണ്ടായിരുന്നു, ഇങ്ങനത്തെ കാര്യങ്ങൾ. അതായത്
ഗേറ്റ്സും മെലിൻഡയും തമ്മിൽ ദാമ്പത്യ ബന്ധം ഉണ്ടായിരുന്നത് 1994 മുതൽ 2021 വരെയാണ്. 1994 വിവാഹിതരായി, 2021 മെലിൻഡ പിരിയാണ്. അപ്പൊ പരസ്ത്രീ ബന്ധം, ഈ റഷ്യക്കാരിയായിട്ടുള്ള ബന്ധം, ഇതൊക്കെ കാരണമാണെന്ന് മെലിൻഡ പറഞ്ഞു. മെലിൻഡ കൂടുതലൊന്നും വിശദീകരിച്ചില്ല. കാരണം മെലിൻഡയ്ക്ക് ആവശ്യത്തിന് പണം ബിൽഗേറ്റ്സ് കൊടുക്കുമല്ലോ, വലിയ പണമല്ലേ കൊടുക്കുന്നത്. അപ്പൊ അതിൻ്റെയൊക്കെ കരാറിന്റെ ഭാഗമായിട്ടും ഇത് വെളിപ്പെടുത്തരുത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോ ഇപ്പോ ബിൽഗേറ്റ്സിന്റെ വക്താവ് ഇത് നിഷേധിച്ചിട്ടുണ്ടല്ലോ, അസംബന്ധമാണെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഈ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ്, റഷ്യക്കാരികളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബിൽഗേറ്റ്സിന് ലൈംഗിക രോഗം വന്നു എന്ന് പറയുന്ന ഇത് വെറുതെയുള്ള ആരോപണമാണെന്നാണല്ലോ ഗേറ്റ്സിന്റെ ആളുകൾ പറയുന്നത്. ചിലപ്പോൾ അങ്ങനെ ആവാം. ഇപ്പൊ ഈ ഫയലിൽ തന്നെ മോദിയുടെ പേരുണ്ടല്ലോ. മോദിയുടെ പേര് പുതുതായിട്ടല്ല വരുന്നത്. നേരത്തെ തന്നെ നമ്മൾ ഒരു ചർച്ചയുടെ അകത്ത് ഞാൻ അത് വെറുതെ ആണെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിരുന്നതാണ്. ഇസ്രയേലുമായിട്ട് മോദിക്കൊരു ബന്ധം ഉണ്ടാക്കി കൊടുത്തത് താനാണെന്ന് എപ്സ്റ്റീന്റെ അവകാശവാദം ആണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒരു അവകാശവാദം പറച്ചില്. അങ്ങനെയാണ് ട്രംപുമായിട്ടൊക്കെ ഒരു സൗഹൃദം ആ വഴിക്കാണ് ഉണ്ടാകുന്നത്. മോദിക്ക് ട്രംപുമായിട്ട് ബന്ധം ഉണ്ടാകുന്നതും ആ ഇസ്രയേൽ വഴിയാണ്. നെതന്യാഹുവിനെ ബന്ധപ്പെടുത്തി കൊടുക്കുന്നു ആദ്യം. അതുവഴി ട്രംപുമായിട്ട് മോദിക്ക് ബന്ധം ഉണ്ടാകുന്നു എന്നൊക്കെയാണ് അവകാശവാദം എപ്സ്റ്റീന്റെ ഇതിൻ്റെ അകത്തുള്ളത്. ഇത് നമ്മുടെ വിദേശകാര്യ വകുപ്പ് ഇതുപോലെ തന്നെ ബിൽഗേറ്റ്സിന്റെ നിഷേധിച്ചിട്ടുണ്ട്. അപ്പൊ ബിൽഗേറ്റ്സിന് എയ്ഡ്സ് എന്ന് പറയുന്ന എപ്സ്റ്റീൻ ആണ് ഈ മോദിയെ പറ്റി ഈ ഇസ്രയേലുമായിട്ട് ബന്ധിപ്പിച്ച് താനാണെന്നും ട്രംപുമായിട്ട് ബന്ധം ഉണ്ടാക്കി കൊടുത്തത് താനാണെന്നും ഒക്കെ അവകാശവാദം പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇത് എത്രമാത്രം ഇതിനകത്ത് സത്യം ഉണ്ടാവും എന്നൊക്കെ ഉള്ളത് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.